ഫുട്ബോൾ പ്രേമികൾക്കും നമസ്കാരം. ഇന്നലെ ആൻഫീൽഡിൽ നടന്ന ആവേശകരമായ പ്രീമിയർ ലീഗ് മത്സരത്തിൽ ലിവർപൂളും ചെൽസിയും നേർക്കുനേർ വന്നപ്പോൾ പോയിന്റുകൾ പങ്കുവെക്കേണ്ടി വന്നു. സ്കോർ ലിവർപൂൾ 1, ചെൽസി 1. മത്സരം തുടങ്ങി വെറും 6-ാം മിനിറ്റിൽ തന്നെ ആൻഫീൽഡിനെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് ലിവർപൂൾ ലീഡെടുത്തു. ബോക്സിന് തൊട്ടുപുറത്തുനിന്ന് റയാൻ ഗ്രാവൻബർച്ച് തൊടുത്ത ആ മനോഹരമായ കളി ഫിലിപ്പ് ജോർജൻസനെ കീഴടക്കി വലയിൽ പതിച്ചു. ലിവർപൂളിന് ഇതിലും മികച്ചൊരു തുടക്കം സ്വപ്നം കാണാനാവില്ലായിരുന്നു. എന്നാൽ ഈ ലീഡ് അധിക നേരം നിലനിർത്താൻ ചെൽസി അനുവദിച്ചില്ല. 35-ാം മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസിന്റെ ഒരു ലോ ഫ്രീ കിക്ക് ആരെയും സ്പർശിക്കാതെ ലിവർപൂൾ ഗോളി മാമർദാഷ്വിലിയെ കബളിപ്പിച്ച് വലയിൽ കയറി. അതോടെ സ്കോർ 1-1 എന്ന നിലയിലായി. ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം നിർഭാഗ്യത്തിന്റെ ദിവസമായിരുന്നു ഇന്നലെ. സൊബോസ്ലായിയുടെ ഒരു ഷോട്ട് പോസ്റ്റിൽ തട്ടിത്തെറിച്ചു. പിന്നാലെ ക്യാപ്റ്റൻ വാൻഡൈക്കിന്റെ ഹെഡറും ബാറിൽ തട്ടി മടങ്ങി. ചെൽസി പ്രതിരോധം ശരിക്കും വിയർത്തു എന്ന് തന്നെ പറയാം. മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ജോവാവോ പെഡ്രോയെ ബോക്സിൽ വീഴ്ത്തിയതിന് ചെൽസി പെനാൽറ്റിക്കായി വാദിച്ചെങ്കിലും റഫറിയും VARഉം അത് അനുവദിച്ചില്ല. ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ ആൻഫീൽഡിലെ ആരാധകർ അല്പം നിരാശരായിരുന്നു. തുടർച്ചയായ തോൽവികളിൽ നിന്ന് വന്ന ചെൽസിയെ സ്വന്തം തട്ടകത്തിൽ തോൽപ്പിക്കാൻ കഴിയാത്തതിൽ ആരാധകർ കൂവലോടെയാണ് ടീമിനെ യാത്രയാക്കിയത്. മറ്റൊരു ഫുട്ബോൾ വിശേഷവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.